യെസ് ഓഫ് കോഴ്സ്. ബയോളജിക്കലി ഹീസ് മൈ ഫാദർ. എൻ്റെ അച്ഛൻ തന്നെയാണ് അദ്ദേഹം. ദിസ് അച്യുത മേനോൻ. എൻ്റെ ഒരു സ്കൂൾ ഫൈനൽ കാലത്ത് വീട് വിട്ടു പോയ അദ്ദേഹത്തെ പിന്നെ ഞാൻ കാണുന്നത് അമ്മയുടെ ബോഡി ബറി ചെയ്യുമ്പോൾ ശ്മശാനത്തിൽ വെച്ചാണ്, കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ. അപ്പോഴേക്കും ഞാനും അനിയത്തിയും അറിഞ്ഞിരുന്നു അച്ഛനും അമ്മയും ലീഗലി സെപ്പറേറ്റഡ് ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് എന്ന്. പക്ഷേ അമ്മ അത് ഞങ്ങളെ അറിയിച്ചിരുന്നില്ല. എനിവേ, അനിയത്തി US-ലേക്കും ഞാൻ ഡൽഹിയിലേക്കും തിരിച്ചു പോകുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും കാണാമെന്ന്. താമസിക്കാൻ ഒരു ഷെൽട്ടർ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ തങ്ങിക്കോളാൻ ഞാൻ അനുവാദം കൊടുത്തത്. ഇപ്പോൾ ലക്കിലിയാണ് ഞാൻ അറിഞ്ഞത് ഇത് വിൽക്കാൻ അദ്ദേഹം നടത്തിയ പ്ലാൻ. ബട്ട് ഹി കാൻ ഡു ദിസ്. അതിന് അദ്ദേഹത്തിന് യാതൊരു അധികാരവും അവകാശവുമില്ല. ഒരു ബയർ വന്ന് ടോക്കൺ അഡ്വാൻസ് എന്തോ കൊടുത്തു എന്നാണ് അറിഞ്ഞത്. 5 lakhs. യെസ്, അത് അദ്ദേഹം ഏതോ ന്യൂ ജനറേഷൻ ബാങ്കിൽ ഐഡിയ ആയി. അതെ, അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുക. അതിൽ നിന്ന് എന്താ ഒരു 25,000 മാത്രം എടുത്തിട്ടുണ്ട് അദ്ദേഹം. അത് ആ ബയേഴ്സിന് തിരിച്ചു കൊടുക്കണം. ആ 25,000 ഞാൻ തരാം. സർ, സർ, ആ കക്ഷികൾ വന്നിട്ടുണ്ട്. സ്ഥലം മേടിച്ചു എന്ന് പറയുന്ന. വിളിക്കേ. സർ, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. സർ, അദ്ദേഹം ഒപ്പിട്ട് തന്ന എഗ്രിമെന്റ് ഒറിജിനൽ കോപ്പിയുമായി നോർത്ത് AC യുടെ ഓഫീസിൽ വരണം. മനസ്സിലായോ? വരാം സർ. ബാങ്കിലിട്ട് എമൗണ്ട് എടുക്കണം, എന്നിട്ട് അത് ഇവർക്ക് തിരിച്ചു കൊടുക്കണം. ഒരു ചെക്ക് ലീഫ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് സർ. ബാങ്കിൽ ബാലൻസ് ഉള്ള തുക എഴുതി വാങ്ങിക്കാൻ. അല്ല, മൂപ്പർക്കിത് വിൽക്കാനുള്ള അവകാശമില്ലെന്ന് മനസ്സിലായി. സാറിന് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ പറഞ്ഞ വിലയ്ക്ക് മുറിക്കാം. ബാംഗ്ലൂർ പാർട്ടി ഇപ്പോഴും റെഡിയാണ്. ഞങ്ങൾക്കിതിപ്പോൾ ആരാണെങ്കിലും കച്ചവടം നടന്നു കിട്ടിയാൽ മതി. മൂപ്പരോട് ഞാൻ 7:30 എന്ന് പറഞ്ഞ് നിങ്ങൾ കാര്യമാക്കണ്ട. നമുക്കിതൊരു 8:15 ആ നമുക്കൊരു സിറ്റിംഗിൽ തീർക്കേണ്ട കാര്യമുള്ളൂ. എന്തേ വിളിച്ചോണ്ട് പോടോ. ഹലോ, പുറത്തേക്ക് പോണം. അല്ല ആ, സാർ, പോവാനല്ലേ പറഞ്ഞത്? തന്നോടും കൂടിയാ. പോടോ. പറഞ്ഞാ മതി, പോയിക്കോളാം. വൺ മോർ തിങ്, മീഡിയ ഒരു തരത്തിലും അറിയരുത് കേട്ടോ. അത് നിങ്ങൾ രണ്ടുപേരും വേണം ശ്രദ്ധിക്കാൻ. അങ്ങനെ പവനായി ശവമായി. സിയച്ചേ, ഒരു തേമ്പങ്ങ് തേപ്പിയാലല്ല ഇരിക്കും. നോക്കിയേ, കാർക്കോടകൻ. പാവം. പാവോ? എന്തു പാവം? മക്കളെയും പറ്റിച്ച് വീട് വെക്കാൻ നോക്കി ഇയാളോ ഫ്രോഡ്. മക്കള് ഈ സാധുവിനോട് ഉപേക്ഷിച്ചിട്ട് പോയതാ മകൻ. ഇവനൊക്കെ ഒരു പട്ടിയെ പോറ്റുന്ന ചെലവുണ്ടാവില്ലല്ലോ സ്വന്തം തന്തയെ പോറ്റാൻ. കോട്ടും സൂട്ടും ഇട്ട് മറയ്ക്കാനാവില്ല മോനെ, സത്യം. കള്ളം കാണിക്കാൻ ശ്രമിച്ചതാ. കള്ളം കാണിച്ച് രക്ഷപ്പെടാൻ ഒന്നിനും എളുപ്പവഴിയില്ലെന്ന് വീണ്ടും തിരിച്ചറിഞ്ഞു. നിങ്ങളോട് ചെയ്ത തെറ്റിന് ശിക്ഷ എന്താണെന്ന് വെച്ച് തരാം. തല്ലരുത്. വേദന ഭയന്നല്ല. ചത്തുപോയാലേ നിങ്ങൾ കുട്ടികളുടെ പിടിയില്ല. അത് വേണ്ട. എങ്ങോട്ടാ അറിയില്ല. റെയിൽ പാളങ്ങളുണ്ടല്ലോ നീണ്ടു കിടക്കുന്നു. അത് യാത്ര പോകാനും യാത്ര അവസാനിപ്പിക്കാനും രണ്ടിനും പറ്റും. ഏതെന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ വില കുറച്ച് കൂടുതലാണ്.
ജോയേ ഓ ധാരാ വരുന്നേ നോക്ക്. എന്തായാലും അഡ്വാൻസ് കൊടുത്ത് 5 ഉറുപ്പ്യ തിരിച്ചു കിട്ടിയോ? ഓഹോ, ഞാനാരാ മോൻ? ആ, എങ്ങനെയായിരുന്നു രായനിക്ക? ഏ? സെന്റിന് 7.5 പാർട്ടിക്ക്, ആ, 9.5 വിൽപ്പന, ആ. 2 ലക്ഷം രൂപ സെന്റിന്, ആ, മൊത്തം 65 സെന്റ് സ്ഥലം, 1,30,00,000 ലാഭം. ഉം. ബലൂണ് പൊട്ടിയ പോലെ ആയില്ലേടാ. ദാ തെങ്ങിന്റെ മേലേക്ക് പാഞ്ഞു കയറിയ ചരിത്രമല്ലേ നമ്മക്ക്. കൈക്കും കാലും തളപ്പിട്ട് വളരെ സൂക്ഷിച്ചു വേണം ഓരോ അടിയും കയറാൻ. ആരാ എനിക്ക് ഒരു കച്ചവടത്തിന് ഇറങ്ങുമ്പോൾ ലാഭം കാണാതിരിക്കും? ഏ? എല്ലാ കച്ചവടം ഒരുപോലെ നടന്ന ചരിത്രം ഇല്ലല്ലോ ആർക്കും. പിന്നെ റിയൽ എസ്റ്റേറ്റിന്റെ മര്യാദയും മര്യാദ കേടും, അത് രണ്ടും ഞങ്ങൾ പഠിച്ചത് നിങ്ങളുടെ സ്കൂളിൽ നിന്നല്ലേ. അതൊക്കെ ശരി തന്നെ മോനെ. പക്ഷെ ഇന്ത്യ മഹാരാജ്യത്തെ ചില നിയമങ്ങളൊക്കെ അല്ലേ ഏത് കളിക്കും. എന്റെ രാൻക, ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഡീൽ നിന്നുണ്ടായതല്ലേ. ബ്രിട്ടീഷുകാരുടെ നിന്ന് തിരിച്ചു കിട്ടിയ പ്രോപ്പർട്ടിയുടെ കാര്യസ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കമല്ലേ നമ്മൾ രണ്ടായിട്ട് മുറിച്ച് 2 പേരിട്ട് 2 പാർട്ടിയുടെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്തത്. അവിടെ നിന്നാണല്ലോ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന്റെ കള്ളക്കളികൾ നമ്മൾ പഠിച്ചതും ഇന്നും തുടരുന്നതും. മോനെ, ഈ മൂപ്പരെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കല്ലേ. എന്നാലും എനിക്ക് ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തെങ്കിലും പൊട്ടുംപൊളിയും കിട്ടുന്ന സംഗതി വന്നാ ഞങ്ങളെ വിളിക്കാൻ മറക്കണ്ട. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. വാ. ഉം. ആ ശരി ശരി. അമ്മ ചായ. മണി ചെയിൻ. ജില്ലാ ജഡ്ജിക്ക് പോയത് 75 ലക്ഷം രൂപ. ഓ, ജില്ലാ ജഡ്ജിക്കും പോയോ? ഈ പൈസയൊക്കെ റിയൽ എസ്റ്റേറ്റിൽ ഇടണ്ട എന്റെ ബോസേ. റിയൽ എസ്റ്റേറ്റിൽ ഇട്ടതിന്റെ ഇരട്ടിന്നും പറഞ്ഞ് ഒരു പാവം വീട്ടനെ പറ്റിച്ചോനാ നീ. അതേത് വീട്ടമ്മ? നിന്നെ പറ്റി ഈ അമ്മ തന്നെ. ഓ, അതിപ്പോ ഒരു ആവശ്യം വരുമ്പോ തന്നതിന്റെ 3 ഇരട്ടിയായിട്ട് കയ്യിലേക്ക് വെച്ച് തരില്ലമ്മേ. ഇപ്പൊ അത് മാർക്കറ്റിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കല്ലേ. മാർക്കറ്റിൽ കിടന്ന് ഓടാൻ എന്താണ്ടാ? അത് നായ പൂച്ച മറ്റാണോ? എനിക്ക് ലാഭവും വേണ്ട പലിശയും വേണ്ട, എന്റെ മുതലും കിട്ട് കിട്ടിയാ മതിയേ. ഇത് മുതലോ? ഓ, മുതല്. ഈ മുതല് എന്ന് പറയുമ്പോ ഒരു 3 ലക്ഷം റുപ്യല്ലേ? ഓ, എന്താ പൂച്ച 3 ലക്ഷത്തിനോട്? കുപ്പായത്തിന്റെ കീശ തപ്പിയ 30 ഉറുപ്പ്യ തേച്ചുണ്ടാവില്ലല്ലോ നിന്റെല്. അതിപ്പോ അംബാനിന്റെ കീശ തപ്പിയാലുണ്ടാവില്ല. ഞങ്ങളാരുടെ കയ്യിൽ ക്യാഷ് ക്യാരിയറില്ലല്ലോ. എങ്ങോട്ടാടി രാവിലെ തന്നെ സാരിയൊക്കെ ചുറ്റി? എവിടേക്കും ഇല്ല. പിന്നെ ഒന്ന് ഒരുങ്ങി ഇറങ്ങി മാറിണ്ടല്ലോ. ഇന്നല്ലേ അവര് വരുന്നത്? ആര്? അയ്യോ, എന്റെ പ്രകാശേട്ടാ, അവര് സതീഷിന്റെ വീട്ടുകാര്. ഓ, പെണ്ണ് കാണാൻ. അതിന്നായിരുന്നു. അവര് വരുന്ന പെണ്ണിനെ കാണാനൊന്നും അല്ല. കാര്യങ്ങൾ സംസാരിച്ചൊരു വ്യവസ്ഥയാക്കാനാ ഇന്ന് വെച്ച ഡേറ്റും പിന്നെ മറ്റു കാര്യങ്ങളും. അവർക്ക് അറിയേണ്ടി വരും. സ്വർണ്ണം അതിന്റെ പുറം പൈസ കൊടുക്കും. ഒക്കെ നീ തന്നെ വേണം സംസാരിച്ചുറപ്പിക്കാൻ. എന്നിട്ട് എന്റെ 3 ഉറുപ്പ്യ അതെന്ന് തരും? അതും കൂടി എന്റെ മോനോടൊന്ന് പറയണം. ആ 3ഉം അതിന്റെ കൂടെ നുള്ളി പെറുക്കി വെച്ചത് എന്താന്ന് വെച്ചാ അതും എല്ലാം കൂടെ ചേർത്തിട്ട് വേണത് നടത്താൻ. സത്യത്തിൽ നിനക്ക് കല്യാണപ്രായം ആയോ? അതിന്റെ മറുപടി നീ എന്നെ കൂടെ പറയിക്കല്ലേ. പോയി കുളിച്ചിട്ട് വേടാ, അവരിപ്പോ എത്തും. കോഴിക്കോട്ട് അങ്ങാടിയിലെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന്റെ ഏക പെങ്ങളുടെ കല്യാണം അന്തസ്സായിട്ട് നടത്തിക്കോളൂ കേട്ടോ. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന്റെ പുക കണ്ടിട്ടേ അമ്മയും മോളും അടങ്ങും.